ഒരു 1 crore വർത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയിലത്തെ പെയിൻ പോയിന്റും സ്ട്രഗിൾസും ആയിരിക്കത്തില്ല 10 lakh റുപ്പീസിന്റെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയിലുള്ളത്. ഇങ്ങനെയാണ് ബിസിനസ്സസ് വർക്ക് ചെയ്യുന്നത് എന്ന് ഫ്രണ്ടിൽ നിന്ന് കാണുന്നതും അതിന്റെ ബാക്ക് എൻഡ് ബിഹൈൻഡ് ദ സീൻസിലത്തെ ഒറിജിനൽ കാര്യങ്ങളും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. സോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ആ ഒരു മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ആദ്യം എന്തെങ്കിലും ഒരു കാര്യം ആക്ഷനബിൾ ആയി ചെയ്യുക. ആക്ഷനബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താലേ ആ കൺഫ്യൂസ് സ്റ്റേജിൽ നിന്നും ഒരു ക്ലാരിറ്റി സ്റ്റേജിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആക്ഷനബിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അതാണ് ഫ്രീലാൻസിങ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഫ്രീലാൻസിങ് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക. നിങ്ങളൊരു ബിസിനസ് തന്നെയാണ് ബിൽഡ് ചെയ്യുന്നത്. ബിസിനസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. പക്ഷെ അതെല്ലാം നിങ്ങളുടെ ഒരു സെൽഫ് ലേണിംഗ് ജേർണിയാണ്. സെൽഫ് ലേണിംഗ് ജേർണിയിലത്തെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ വേറെ പെർസ്പെക്റ്റീവ്സ് നമുക്ക് കിട്ടത്തില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഒരു 1 crore വർത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയിലത്തെ പെയിൻ പോയിന്റും സ്ട്രഗിൾസും ആയിരിക്കത്തില്ല 10 lakh റുപ്പീസിന്റെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയിലുള്ളത്. സോ രണ്ട് കമ്പനിയിലത്തെ എക്സ്പോഷറും ഡിഫറെന്റ് ആയിരിക്കും, രണ്ട് കമ്പനിയിലെ ചലഞ്ചസും വേറെ വേറെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സെൽഫ് ലേൺ ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള രീതി ചെയ്യാം. അപ്പാർട്ട് ഫ്രം ദാറ്റ് നിങ്ങൾ ഒരു ബിഹൈൻഡ് ദ സീൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കമ്പനീസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഗോൾഡ് മൈൻ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് തിങ്. എങ്ങനെയാണ് ബിസിനസ്സസ് വർക്ക് ചെയ്യുന്നത് എന്ന് ഫ്രണ്ടിൽ നിന്ന് കാണുന്നതും അതിന്റെ ബാക്ക് എൻഡ് ബിഹൈൻഡ് ദ സീൻസിലത്തെ ഒറിജിനൽ കാര്യങ്ങളും എൻറ്റയർലി ഡിഫറെന്റ് ആയി. നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് മാത്രമാണ് കാണുന്നത്. അതിന്റെ ബാക്ക് എൻഡിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ലേൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫ്രീലാൻസിങ് ചെയ്യോ, ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് പോയോ, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യോ ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഈ വർക്ക് ചെയ്യുക, ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് വർഷങ്ങളോളം ചെയ്യുക എന്നുള്ളതല്ല. നിങ്ങൾ 6 months ചെയ്താലും ഇഫ് യു ആർ ഗെറ്റിംഗ് ദ റൈറ്റ് എക്സ്പോഷർ ആൻഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് ദ റൈറ്റ് തിങ് ഫ്രം ദാറ്റ് കമ്പനി, ദാറ്റ് ഇസ് മോർ ദാൻ എനഫ്. 1 year ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലോജിക്, ഇറ്റ് ഇസ് ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഓപ്പറേഷൻസ്. അതെല്ലാം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് യൂസ്ഫുൾ ആവുന്നത്. സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് യു വോണ്ട് ടു ഡു ടു ഗെറ്റ് മോർ ക്ലാരിറ്റി, ടു അവോയ്ഡ് കൺഫ്യൂഷൻ. So stay tuned for the next part. So I'm Jason Christopher. I am digital marketing consultant and psychologist. Stay tuned for the next video.